മറ്റൊന്ന് ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. അതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വാക്കാലുള്ള പരാമർശങ്ങൾ അത് ഒരിക്കലും ഒരു ഉത്തരവോ ഒന്നുമല്ല എന്നുകൂടി ഡൽഹി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഡൽഹി ഹൈക്കോടതിയിലെ ഈ കേസ് പരിഗണിച്ച ഗിരീഷ് കത്പാലിയുടെ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത് SFI കുറ്റപത്രം നൽകിയ ആ ഒരു സാഹചര്യത്തിൽ ഈ നിലവിലെ രണ്ടാമത്തെ ഹർജി അത് നിലനിൽക്കില്ല എന്നൊരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. മറിച്ച് ഇതിലെ പ്രധാന ഹർജി, അതായത് SFIയുടെ അന്വേഷണം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഹർജി അത് പരിഗണിക്കാം എന്നൊരു താല്പര്യമാണ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്നാണ് ഈ CMRLന്റെ പ്രധാന ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധുതകൾ അല്ലെങ്കിൽ അത്തരം അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി പുതിയ ബെഞ്ച് പരിശോധിക്കുക. നേരത്തെ ഈ ഹർജി പരിഗണിച്ച് വാദം പൂർത്തിയായി ഉത്തരവിനായി മാറ്റിയതായിരുന്നു. അന്ന് ആ ജഡ്ജിക്ക് സ്ഥലമാറ്റം വന്നതോടുകൂടിയാണ് വീണ്ടും ഇതിലൊരു അനിശ്ചിതത്വം നേരിട്ടത്. അന്ന് ഈ പ്രധാന ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ SFIO ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ CMRLനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CMRLന് ചില വഴിവിട്ട പണമിടപാടുകൾ ഉണ്ടെന്നും ചില മാധ്യമ സ്ഥാപനങ്ങളെ അടക്കം സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായും SFIO ഈ വാദങ്ങൾക്കിടയിൽ പറയുകയുണ്ടായി. ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലർക്ക് പണമിടപാട് നടത്തിയതായി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ. നിലവിൽ ഇപ്പോൾ ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സ്റ്റേ ഇല്ല, അതായത് അവർക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. അതേസമയം ഈ ഹർജി അത് അതേപടി നിലനിൽക്കുമോ? ഇനി വരുന്ന പുതിയ ബെഞ്ച്, അതായത് പണ്ട് ഈ കേസ് പരിഗണിച്ച ജഡ്ജിന്റെ അണ്ടറിൽ വരുന്ന ബെഞ്ച് ഇതേ കാര്യം തന്നെയാണോ പരിഗണിക്കുക? തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തന്നെയാണോ പരിഗണിക്കാൻ പോകുന്നത്? സുഹൈൽ, നിലവിലെ CMRLന്റെ 2 ഹർജികളിലെ ആവശ്യവും പുതിയ ബെഞ്ച് പരിശോധിക്കും. ഇതിൽ നിലവിലിപ്പോൾ രണ്ടാമത്തെ ഹർജി, അതായത് SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമോ എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തുന്നത് പുതിയ ബെഞ്ചായിരിക്കും. അതായത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചായിരിക്കും അക്കാര്യങ്ങൾ പരിശോധിക്കുക. അത് മെയിൻറ്റനബിൾ ആണെങ്കിൽ ഈ ഹർജിയുമായി CMRL മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, നിലനിൽക്കില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് കൂടി പുതിയ ബെഞ്ച് കടക്കുകയാണെങ്കിൽ ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ആവശ്യം തള്ളുകയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. നിലവിൽ എന്തായാലും SFIOയുടെ തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല. അത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവും ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ CMRLന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും താല്പര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു പുതിയ ബെഞ്ചിലേക്ക്, അതായത് ഇതിനു മുൻപ് കേസ് പരിഗണിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് തന്നെ ഈ ഹർജികൾ വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിലവിലെ ഈ ഉത്തരവ് പ്രകാരം SFIOയുടെ തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുതിയ ബെഞ്ചായിരിക്കും അക്കാര്യങ്ങൾ പരിശോധിക്കുക. CMRL നൽകിയ പ്രധാന ഹർജിയും നിലവിൽ ഇപ്പോൾ രണ്ടാമതായി നൽകിയ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമോ എന്ന കാര്യത്തിലുള്ള തീരുമാനം ഉൾപ്പെടെയുള്ളത് പുതിയ ബെഞ്ചായിരിക്കും സ്വീകരിക്കുക. അത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും നിലവിൽ അത്തരം നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉത്തരവുകളിലേക്ക് പുതിയ ബെഞ്ച് കടക്കുക. നിലവിൽ ഇപ്പോഴും CMRL വാദിക്കുന്നത് ഈ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ SFIOയുടെ അന്വേഷണം അത് ചട്ടവിരുദ്ധമെന്നാണ് ഇന്നും CMRL ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ ഈ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അത് പരസ്യമാകുന്ന മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്യമാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കൂടി പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ഇനി പുതിയ ബെഞ്ചായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുക. CMRL ഉന്നയിച്ച വാദം അത് SFIOയുടെ അന്വേഷണം ചട്ടവിരുദ്ധമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഇൻകം ടാക്സ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം പുതിയ ബെഞ്ചായിരിക്കും നടത്തുക. അച്യുതൻ, ഈ പുതിയ ബെഞ്ച് എപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നതാണ്, എപ്പോഴേക്ക് കേസ് പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? സുഹൈൽ, ഈ മാസം 22 തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 22 ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് ഈ 2 ഹർജികളും പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉത്തരവിൽ പറഞ്ഞത് ഇതൊരു പുതിയ ബെഞ്ചിലേക്ക് വിടുന്നു, അതായത് ഇതിനു മുൻപ് കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജികൾ വിടുന്നു. ഈ ഹർജി ഈ മാസം 22 ഈ ഹർജികളിൽ വാദം കേൾക്കും, അല്ലെങ്കിൽ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് എന്താണോ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അതുണ്ടാകും എന്നാണ് ഈ ഉത്തരവിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം തന്നെ ഈ 2 ഹർജികളും CMRLന്റെ 2 ഹർജികളും വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. അതിനുശേഷമായിരിക്കും സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് അത് CMRLന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമോ, അതോ CMRLന് ഈ പുതിയ ബെഞ്ചിലേക്ക് വരുമ്പോഴും CMRLന് തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് എന്തായാലും ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ CMRL തന്നെയാണ് ഇത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് വിടണമെന്നൊരു താല്പര്യം അത് കപിൽ സിബൽ വഴി അറിയിച്ചത്. എന്തായാലും അത്തരം ഒരു ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജികൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും
ഇതിൽ ഈ രണ്ട് ഹർജികൾ CMRLന്റെ രണ്ട് ഹർജികളും ഇനി ഈ പുതിയ ബെഞ്ചായിരിക്കും ഈ മാസം 22-ന് പരിഗണിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ഹർജി സ്ക്വാഷ് ആകുന്നില്ല, അത് മറ്റൊരു ബെഞ്ചിന് ഈ CMR ആവശ്യപ്പെട്ടതുപോലെ നേരത്തെ കേസ് പരിഗണിച്ച ജഡ്ജിന്റെ അണ്ടറുള്ള ബെഞ്ചിലേക്ക് ഈ ഹർജി മാറുന്നു. അതേസമയം ഇപ്പോൾ SFI എന്താണോ നടപടിക്രമങ്ങൾ ആലോചിക്കുന്നത് ആ നടപടിക്രമങ്ങളുമായി SFIക്ക് അതേപടി മുന്നോട്ട് പോകാം. SFIയുടെ നടപടിക്രമങ്ങളിൽ തുടർ നടപടിയിലേക്ക് ഒരു സ്റ്റേ ഇതുവരെ ഈ കോടതി കൊണ്ടുവരുന്നില്ല. അതിനർത്ഥം ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, നോട്ടീസ് അയക്കാം. ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് അധികാരമുള്ള ഒരു അതോറിറ്റി കൂടിയാണ് SFI. അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ബെഞ്ച് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വരെ ഈ SFIക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അച്യുതൻ? തീർച്ചയായിട്ടും സുഹേൽ, അത്തരം ഒരു തരത്തിലുള്ള സ്റ്റേ നടപടികളും ഈ ഇടക്കാല ഉത്തരവിൽ ഇല്ല. മറിച്ച് ഇതൊരു പുതിയ ബെഞ്ചിലേക്ക് മാറ്റുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അടിയന്തര ആവശ്യമായിരുന്നു ഈ ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്നും SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമതായി CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുന്നതും. എന്നാൽ അന്ന് കപിൽ സിബൽ CMRL വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് മറ്റൊരു ദിവസത്തേക്ക്, തൊട്ടടുത്ത ദിവസത്തേക്ക്, ചൊവ്വാഴ്ചത്തേക്ക് മാറ്റണമെന്ന് അറിയിച്ചു. എന്നാൽ ഡൽഹി ഹൈക്കോടതി അത് ഇന്ന് ഉച്ചയ്ക്ക് പരിഗണിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും അടിയന്തരമായി വാദം കേൾക്കണം എന്നൊരു ആവശ്യമായിരുന്നു CMRL മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൽ ഒരു അടിയന്തര നടപടിയും അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവും അതുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ SFIക്ക് തുടർ നടപടികൾ SFIക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഇതിൽ ഒരു തരത്തിലുള്ള സ്റ്റേ നടപടികളും ഈ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. അപ്രകാരം SFIക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. ഇനി പുതിയ ബെഞ്ച് പരിശോധിക്കുമ്പോൾ എന്താണോ നിരീക്ഷിക്കുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും ഒരു ഉത്തരവ് ഉണ്ടാവുക. അത് CMRLന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും CMRLന്റെ രണ്ട് ആവശ്യങ്ങളിലും നിലവിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് SFIO പ്രതി ചേർത്ത് കേസെടുത്ത കേസിൽ തുടർ നടപടികളുമായി SFIക്ക് മുന്നോട്ട് പോകാം. അവരുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ തൽക്കാലം സ്റ്റേ ഇല്ല. അതേസമയം ഈ കേസ് മറ്റൊരു ബെഞ്ചിന് കൈമാറണമെന്ന CMRLന്റെ ആവശ്യം അതിവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു.